ഒരു ഇൻഫെക്ഷൻ ബാധിച്ച് തീരെ വയ്യാതെ ഇരിക്കുന്ന സമയം എനിക്ക് നല്ല മാറ്റമുണ്ട്. ഡിപ്രഷൻ മോഡിലേക്ക് പോയി. എനിക്ക് എൻ്റെ മോന് വേണ്ടി വളരെയധികം ബെനിഫിറ്റ് ആയിട്ടുണ്ട്. ഹലോ, നമസ്കാരം. ഞാൻ അഞ്ജലി. പ്രാണിക് ഹീലിംഗിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ താഴെ ഒരുപാട് കമൻറ്റുകളും സംശയങ്ങളും വന്നിരുന്നു. ഇതൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. പോകാം വീഡിയോയിലേക്ക്. നമസ്തേ, എൻ്റെ പേര് വിജയലക്ഷ്മി തുളസീദാസ് എന്നാണ്. ഞാനൊരു പ്രാണി ഹീലറാണ്. പ്രാണി ഹീലിംഗ് ശരീരത്തിൽ സ്പർശിക്കാതെയും മറ്റു മരുന്നുകളൊന്നും ഉപയോഗിക്കാതെയും ചെയ്യുന്ന ഒരു ചികിത്സാ രീതിയാണ്. ഏത് രോഗത്തിനും ചികിത്സിക്കാൻ പറ്റുന്ന ഒരു ചികിത്സാ രീതിയാണിത്. പ്രാണി ഹീലിംഗ് നോൺ ടച്ച് നോൺ ഡ്രഗ് തെറാപ്പിയാണ്. നമുക്ക് കാണാൻ കഴിയുന്ന ശരീരത്തോടൊപ്പം നമുക്കൊരു സൂക്ഷ്മ ശരീരവുമുണ്ട്. ഈ സൂക്ഷ്മ ശരീരത്തിലാണ് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. ചികിത്സ എങ്ങനെയായിരിക്കും നമ്മളെ സഹായിക്കുന്നത്? നമ്മുടെ ശരീരത്തിന് സ്വയം സുഖപ്പെടുത്താനുള്ള കഴിവുണ്ട്. സ്വയം സുഖപ്പെടുത്താനുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവരികയാണ് പ്രാണി ഹീലിംഗ് ചെയ്യുന്നത്. ബാഡ് എനർജി മൂലം നമ്മുടെ ശരീരം സുഖപ്പെടുത്താനുള്ള കഴിവ് ഇല്ലാതെ വരുന്നു. ഇവിടെയാണ് പ്രാണി ഹീലിംഗ് യൂസ്ഫുൾ ആകുന്നത്. മെൻ്റലി, ഫിസിക്കലി, എത്തിക്കലി, എമോഷണലി ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പ്രാണി ഹീലിംഗ് യൂസ്ഫുൾ ആണ്. മനുഷ്യർക്കും മാത്രമല്ല, പക്ഷിമൃഗാദികൾക്കും സസ്യചരാചരങ്ങൾക്കും ഈ ചികിത്സ വളരെ ഫലപ്രദമാണ്. ശരീരത്തിൻ്റെ സ്വയം സുഖപ്പെടുത്താനുള്ള അവസ്ഥയെ വർദ്ധിപ്പിച്ച് ശാരീരികവും മാനസികവുമായ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് പ്രാണി ഹീലിംഗ് ഉപയോഗിക്കുന്നു. ഉദാഹരണമായി, സമ്മർദ്ദം കുറയ്ക്കുക, ഊർജ്ജനില വർദ്ധിപ്പിക്കുക, രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുക. ചികിത്സയ്ക്ക് മുമ്പുള്ള കൺസൾട്ടേഷനിൽ നിങ്ങൾ അനുഭവിച്ചേക്കാവുന്ന പ്രശ്നങ്ങൾ തെറാപ്പിസ്റ്റുമായി ചർച്ച ചെയ്യും. പൂർണ്ണമായി വസ്ത്രം ധരിച്ച് ശാന്തവും സമാധാനവുമായ അന്തരീക്ഷത്തിൽ ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യുന്ന രോഗിയിലാണ് ഈ ചികിത്സ ചെയ്യുന്നത്. പ്രാണി ഹീലിംഗ് ഒരു നോൺ ടച്ച് തെറാപ്പി ആയതിനാൽ ഇതിൽ ഉപകരണങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഹീലർ ഒരു ക്രിസ്റ്റൽ തിരഞ്ഞെടുത്തേക്കാം. ഇത് ചികിത്സയുടെ വിപുല രൂപമാണ്. ഈ ചികിത്സയ്ക്ക് എന്തെങ്കിലും പാർശ്വഫലങ്ങൾ ഉണ്ടാകുമോ? നിങ്ങളുടെ ശരീരം സുഖം പ്രാപിക്കുന്നതിനാൽ ചികിത്സയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ഉറക്കമോ ക്ഷീണമോ വന്നേക്കാം. അതിനാൽ ഊർജം മികച്ച നിലയിൽ നിങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി ചികിത്സാ സമയം നിങ്ങളുമായി ചർച്ച ചെയ്യും. ഒരു ചികിത്സാ സെക്ഷനിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ നിങ്ങളെ ഉപദേശിക്കും. ചികിത്സ എവിടെ നടക്കും? പ്രാണിക് ഹീലിംഗ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ? അത് സാധ്യമാണോ? ഇത് ടച്ച് സെക്ഷൻ ഇല്ലാത്തതിനാൽ പ്രാണി ഹീലിംഗ് ചികിത്സ സ്വീകരിക്കുന്ന വ്യക്തി നേരിട്ട് വരണമെന്നില്ല. ഈ ചികിത്സ തുടങ്ങുന്നതിന് വീഡിയോ സെക്ഷനോ നേരിട്ടുള്ള കൂടിക്കാഴ്ചയോ ആവശ്യമില്ല. ഞങ്ങൾ എല്ലാ ആഴ്ചയും പുരോഗതി നിരീക്ഷിക്കുകയും വ്യക്തികളുടെ ഇച്ഛ അനുസരിച്ച് ക്രമീകരിക്കുകയും ചെയ്യും. എഴുതാനും വായിക്കാനും അറിയാവുന്ന 16 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും പ്രാണി ഹീലിംഗ് പഠിക്കാം. ലോകമെമ്പാടുമുള്ള എല്ലാ വിഭാഗത്തിലുള്ള ആളുകൾ ഇത് പഠിക്കുകയും അതിൻ്റെ പ്രയോജനം നേടുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് ചികിത്സകൾക്കൊപ്പം പ്രാണിക് ഹീലിംഗ് ചെയ്യാൻ കഴിയുമോ? മറ്റേതൊരു ചികിത്സാ രീതിയോടൊപ്പവും, അതായത് ആയുർവേദമോ അലോപ്പതിയോ ഹോമിയോ, ഇതോടൊപ്പം ചേർന്ന് ചെയ്യാൻ കഴിയുന്ന ഒരു ചികിത്സാ രീതിയാണിത്. ഇതോടൊപ്പം ചേർന്ന് ചെയ്യുമ്പോൾ രോഗം വേഗം സുഖപ്പെടും. കൂടാതെ മരുന്നുകളുടെ പാർശ്വഫലങ്ങൾ ഇല്ലാതാകുകയും ചെയ്യും. പ്രാണി ഹീലിംഗിൽ പ്രത്യേക മരുന്നുകളൊന്നും ഇല്ലെങ്കിലും മരുന്നുകൾ കഴിക്കുന്നതിന് പ്രാണി ഹീലിംഗ് എതിരല്ല. പ്രാണിക് ഹീലിംഗ് എവിടെ നിന്ന് വന്ന ഒരു ചികിത്സാ രീതിയാണ്? പ്രാചീന ഭാരതത്തിൽ ചില ഉന്നതരായ മഹർഷിമാർക്ക് മാത്രമേ ഇതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നുള്ളൂ. അവർ ഇത് ആരെയും പഠിപ്പിക്കാതിരുന്നതിനാൽ കാലക്രമേണ ഇത് അന്യം നിന്നുപോയി. എന്നാൽ ചില ഉന്നതരായ മഹർഷിമാർക്ക് മാത്രമേ ഇതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നുള്ളൂ. ആധുനിക കാലഘട്ടത്തിൽ ഫിലിപ്പീൻസിൽ ജീവിച്ചിരുന്ന ഒരു കെമിക്കൽ എഞ്ചിനീയറായിരുന്ന മാസ്റ്റർ ചൊവാക്കോക്സി എന്ന ആചാര്യനാണ് ഈ കാലഘട്ടത്തിലേക്ക് ഈ ചികിത്സാ പദ്ധതി പ്രചരിപ്പിച്ചത്. മാസ്റ്റർ ചൊവാക്കോക്സി ഏതാണ്ട് 25 വർഷക്കാലം ഗവേഷണം നടത്തി. പ്രാചീന ഭാരതത്തിലെ ചികിത്സാ രീതിയും ചൈനയിലുള്ള അക്യുപഞ്ചർ എന്ന പേരിൽ അറിയപ്പെടുന്ന ചികിത്സാ രീതിയും ഏതാണ്ട് 25 വർഷക്കാലം ഗവേഷണം നടത്തിയ ശേഷമാണ് ഈ ആധുനിക കാലഘട്ടത്തിൽ പ്രാണി ഹീലിംഗ് ചികിത്സ എന്ന പേരിൽ പഠിപ്പിച്ചു കൊടുത്തത്. എന്തെല്ലാം രോഗങ്ങൾക്ക് പ്രാണിക് ഹീലിംഗ് പ്രയോജനപ്പെടുത്താൻ കഴിയും? തലവേദന, പനി, ചുമ എന്നീ രോഗങ്ങൾ മുതൽ വളരെ ഗൗരവമേറിയ ഹാർട്ട് ഡിസീസ്, കിഡ്നി രോഗങ്ങൾ, ക്യാൻസർ
എന്നീ കോംപ്ലിക്കേറ്റഡായ രോഗങ്ങൾ വരെയും പ്രാണി ഹീലിംഗ് ഉപയോഗിച്ച് ചികിത്സിച്ച് സുഖപ്പെടുത്താൻ പറ്റും. ശാരീരിക രോഗങ്ങൾ കൂടാതെ മാനസിക രോഗങ്ങൾ, മാനസിക സംഘർഷങ്ങൾ, അതുപോലെ അഡിക്ഷൻ, പുകവലി, മദ്യപാനം, ഹിസ്റ്റീരിയ, ഡിപ്രഷൻ എന്നീ തരത്തിലുള്ള എല്ലാവിധ മാനസിക രോഗങ്ങൾക്കും പ്രാണി ഹീലിംഗ് ഉപയോഗിച്ച് ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ പറ്റും. കൂടാതെ വിദ്യാർത്ഥികളിലുള്ള പഠന വൈകല്യങ്ങൾ ഒഴിവാക്കാനും മാനസിക പിരിമുറുക്കം ഇല്ലാതാക്കാനും രാഷ്ട്രീയ, സാംസ്കാരിക, കലാകായിക മേഖലകളിലുള്ള വ്യക്തികളുടെ ശാരീരികവും മാനസികവുമായ എല്ലാ വൈകല്യങ്ങൾക്കും കുട്ടികളില്ലാത്ത ദമ്പതിമാരുടെ വന്ധ്യത ഇല്ലാതാക്കാനും പ്രാണി ഹീലിംഗ് വളരെ ഉപയോഗപ്രദമാണ്. ഒരു രോഗം മാറുവാൻ പ്രാണിക് ഹീലിംഗ് എത്ര നാൾ ചെയ്യേണ്ടി വരും? ഒരു സാധാരണക്കാരന് ഇത് പഠിച്ചെടുക്കാൻ കഴിയുമോ, പ്രാവർത്തികമാക്കാൻ കഴിയുമോ? ഇത് പല ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ചെറിയ രോഗമാണെങ്കിലും പെട്ടെന്നുണ്ടായ അസുഖങ്ങളാണെങ്കിലും 1-2 ചികിത്സ കൊണ്ട് നമുക്കതിനെ മാറ്റാം. എന്നാൽ പഴക്കം ചെന്ന രോഗങ്ങളാണെങ്കിലും ഗുരുതരമായ രോഗങ്ങളാണെങ്കിലും കൂടുതൽ സമയം എടുക്കേണ്ടി വരും. അതായത് ക്യാൻസർ, വാദം പോലുള്ള രോഗങ്ങളാണെങ്കിൽ 1 വർഷം വരെ ചികിത്സ വേണ്ടിവരും. സർവശക്തനായ ദൈവം, അതാണ് എല്ലാ ഊർജത്തിൻ്റെയും അടിസ്ഥാന ഉറവിടം. കൂടാതെ ഭൂമി, വായു, സൂര്യൻ എന്നീ 3 അടിസ്ഥാന ഉറവിടങ്ങളിൽ നിന്നുള്ള ഊർജമാണ് പ്രാണി ഹീലിങ്ങിൽ നമ്മൾ കൂടുതലായി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു പ്രാണി ഹീലർ ചെയ്യുന്നത് സൂര്യനിൽ നിന്ന് സൗരോർജം അഥവാ സോളാർ പ്രാണയോ, വായുവിൽ നിന്ന് എയർ പ്രാണയോ, ഭൂമിയിൽ നിന്ന് എർത്ത് പ്രാണയോ സ്വീകരിച്ചിട്ട് രോഗിയുടെ രോഗം വന്ന ഭാഗം ശുദ്ധീകരിച്ച ശേഷം അവിടേക്ക് നൽകുകയാണ് ചെയ്യുന്നത്. പ്രാണി ഹീലിംഗിനെ കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടിയായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്രിയപ്പെട്ടവർക്കായി ഷെയർ ചെയ്യൂ. താങ്ക് യു. ബൈ.